ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും SMKL04 വ്ലോഗ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പ്രിപ്പയർ ചെയ്തിരിക്കുന്നത് കോളിഫ്ലവർ ഫ്രൈ ആണ്. നമ്മൾ കടയിൽ നിന്നൊക്കെ മേടിക്കുന്ന അതേ ടേസ്റ്റിൽ തന്നെ നമുക്ക് വീട്ടിൽ പ്രിപ്പയർ ചെയ്തിട്ടെടുക്കാം. അപ്പോൾ നമുക്ക് പോകാം വീഡിയോയിലേക്ക്. എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്ത് നോക്കിയിട്ട് വന്നാലോ. ഇതിന് വേണ്ടിയിട്ട് ഞാനൊരു 1/2 കിലോ ഉള്ള ഒരു കോളിഫ്ലവർ ആണ് എടുത്തേക്കുന്നത്. അതിൻ്റെ തണ്ടും ഇലയെല്ലാം പോയിട്ട് ബാക്കി 400 ഗ്രാം മാത്രമേ കിട്ടിയിട്ടുള്ളൂ. എന്നിട്ട് നമുക്കിത് വെച്ചാണ് ചെയ്യുന്നത്. ഇത് നമുക്ക് വേവിക്കാനായിട്ട് ആദ്യം ഒരു പാത്രത്തിലേക്ക് വെള്ളം ഒഴിച്ച് അതൊന്ന് തിളപ്പിക്കാനായിട്ട് വെക്കണം. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഉപ്പ് നമ്മൾ ഈ ടൈമിലാണ് നമ്മൾ ചേർത്ത് കൊടുക്കേണ്ടത്. ഇനി ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഒരു 2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നന്നായിട്ട് തിളച്ച് വരട്ടെ. നന്നായിട്ട് തിളച്ച് വന്നതിന് ശേഷം ഞാൻ ചെറിയ കോളിഫ്ലവർ ആയതുകൊണ്ട് അതുപോലെ തന്നെ അങ്ങനെ മുക്കി വെക്കുവാണ്. ഒരു 2-3 മിനിറ്റ് ഒന്ന് മുങ്ങിക്കിടക്കണം. ഒരു 5 മിനിറ്റോളം മുങ്ങിക്കിടന്നോട്ടെ. നമ്മൾ തിളച്ച വെള്ളം അതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടാണ് മുക്കി വെക്കുന്നത്. ഇത് നന്നായിട്ട് ഇപ്പോൾ മുക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് ആറാൻ വേണ്ടിയിട്ട് നമുക്ക് മാറ്റി വെക്കാം. ചൂടാറിയതിന് ശേഷം മാത്രമാണ് ഞാനിത് അടർത്തിയെടുക്കുന്നത്. ഇപ്പോൾ ഇത് ചൂടാറാനായിട്ട് വെച്ചേക്കുവാണ്. ചൂടാറിയതിന് ശേഷം നമുക്കിതൊന്ന് അടർത്തി എടുക്കണം. വലിയ കോളിഫ്ലവറൊക്കെ ആണെങ്കിൽ ഇതുപോലെ ആദ്യം അടർത്തിയെടുത്തതിന് ശേഷം നമുക്ക് വെള്ളം തിളപ്പിച്ചിട്ട് ഒന്ന് മുക്കിയിട്ടെടുത്താൽ മതിയാവും. ഞാൻ ആ പ്രോസസ്സ് തന്നെ തിരിച്ച് ചെയ്തതേ ഉള്ളൂ. ഇനി ഇതൊന്ന് കട്ട് ചെയ്തിട്ടെടുക്കാം. ഇതൊന്ന് ചെറിയ ചെറിയ പീസുകളാക്കി നമുക്ക് കട്ട് ചെയ്തിട്ടെടുക്കാം. കോളിഫ്ലവറൊക്കെ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മളൊരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഫ്രൈക്ക് വേണ്ട മസാല തയ്യാറാക്കാനായിട്ട് 3 ടേബിൾ സ്പൂൺ കടലമാവാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ അരിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ പത്തിരിപ്പൊടി ഇടിയപ്പപ്പൊടിയുടെ തരിയില്ലാത്ത അരിപ്പൊടിയാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് 2 ടീസ്പൂൺ കോൺഫ്ലവറും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. കോൺഫ്ലവർ ഉണ്ടെങ്കിൽ മാത്രം ആഡ് ചെയ്ത് കൊടുത്താൽ മതി, ഇല്ലെങ്കിൽ അത് സ്കിപ്പ് ചെയ്യാം. ഇനി ഇതിലേക്ക് കാശ്മീരി ചില്ലി പൗഡറാണ് ചേർത്ത് കൊടുക്കുന്നത്. ഞാൻ ഫുഡ് കളറൊന്നും ചേർക്കുന്നില്ല, അതുകൊണ്ട് 2.5 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. കൂടെ തന്നെ നമ്മൾ കുറച്ച് കായപ്പൊടിയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കൊരു സ്പൂൺ ഉപയോഗിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം. അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുറേശ്ശെ വെള്ളം ഒഴിച്ച് ഇളക്കി മിക്സ് ചെയ്തിട്ടെടുത്താൽ മതി. വെള്ളം ഒഴിക്കുമ്പോൾ ഒത്തിരി കൂടിപ്പോകാൻ പാടില്ല. കൂടിപ്പോയാൽ നമ്മുടെ ഈ മിക്സ് ഒത്തിരി അങ്ങ് വെള്ളമായി പോകും. വെള്ളമായി പോയി കഴിഞ്ഞാൽ നമ്മുടെ കോളിഫ്ലവറിൽ ഈ മാവ് പിടിക്കത്തില്ല. അതുകൊണ്ടാണ് നല്ല കട്ടിക്ക് തന്നെ നമ്മൾ ഈ മാവ് മിക്സ് ചെയ്തിട്ടെടുക്കണം. അതുകൊണ്ട് കുറേശ്ശെ വെള്ളം ഒഴിച്ച് മാത്രം നമ്മൾ മിക്സ് ചെയ്തിട്ടെടുക്കുക. അപ്പം നമ്മുടെ കോളിഫ്ലവറിൻ്റെ മസാല റെഡി ആയിട്ടുണ്ട്. ഈ ഒരു പാകത്തിനായിരിക്കണം നമ്മൾ മസാല റെഡിയാക്കാൻ. ഇതിലേക്ക് നമുക്ക് കോളിഫ്ലവറും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് അതും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം. ഇപ്പോൾ കോളിഫ്ലവറിൽ നമ്മുടെ ഈ മാവ് നന്നായിട്ട് കോട്ടായിട്ടുണ്ട്. നന്നായിട്ട് കോട്ടായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 5 വെളുത്തുള്ളി ഒന്ന് ചതച്ചിട്ട് ചേർക്കുവാണ്. ഇതിൻ്റെ കൂട്ടത്തിൽ വേണമെങ്കിൽ ഇഞ്ചിയും കൂടെ ചേർക്കാം. ഞാനിപ്പോൾ ഇഞ്ചി സ്കിപ്പ് ചെയ്തിട്ടുണ്ട്, വെളുത്തുള്ളി മാത്രമേ ഇടുന്നുള്ളൂ. അതുകൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് കൊടുക്കാം. ഇനി നമുക്കൊരു ചട്ടി എടുത്ത് വെക്കാം. അതിലേക്ക് ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് എണ്ണ നന്നായിട്ട് ചൂടായിട്ട് വരട്ടെ. ചൂടായിട്ട് വരുന്ന സമയത്ത് നമുക്ക് ആദ്യം കുറച്ച് കറിവേപ്പില അങ്ങ് ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമുക്ക് കോളിഫ്ലവറും കൂടി ഇട്ട് കൊടുക്കാം. ഇനി കോളിഫ്ലവർ നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. 2 സൈഡും മറിച്ചും തിരിച്ചും നമുക്ക് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തിട്ടെടുക്കണം. ഒത്തിരി കരിഞ്ഞു പോരുത്. ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം നമ്മൾ ഫ്രൈ ചെയ്തിട്ടെടുക്കാനായിട്ട്. ഇപ്പോൾ ഒരു സൈഡ് നന്നായിട്ട് ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. നമുക്ക് അപ്പുറത്തെ സൈഡും കൂടെ നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തിട്ടെടുക്കാം. ഇപ്പോൾ നമ്മുടെ ഫ്രൈ റെഡി ആയിട്ടുണ്ട്. നമുക്കിതും കോരിയെടുക്കാം. നമ്മുടെ കോളിഫ്ലവർ ഫ്രൈ ഇവിടെ റെഡിയായി. ഇതുപോലെ നമുക്ക് ബാക്കിയും കൂടെ ഒന്ന് ചെയ്തിട്ടെടുക്കാം. ഈ ടൈമിൽ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യാനും കൂടെ നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യണേ. ഇപ്പോൾ നമ്മൾ അതും കൂടെ ഫ്രൈ ചെയ്ത് എടുത്തിട്ടുണ്ട്.
അപ്പോൾ നമ്മുടെ കോളിഫ്ലവർ ഫ്രൈ റെഡി ആയിട്ടുണ്ട്. പ്ലേറ്റിൽ നമ്മൾ സെർവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ കുറച്ച് സോസ് കൂടെ ഒഴിച്ച് കഴിക്കുവാണെങ്കിൽ നല്ല സൂപ്പർ ടേസ്റ്റിയാണ്. നമ്മൾ കടയിൽ നിന്ന് മേടിക്കുന്ന അതേ ടേസ്റ്റിൽ തന്നെയാണ് നമ്മൾ പ്രിപ്പയർ ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ വീട്ടിൽ കോളിഫ്ലവറൊക്കെ മേടിക്കുന്ന സമയത്ത് ഇതുപോലൊന്ന് പ്രിപ്പയർ ചെയ്ത് നോക്കുക, നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ നമ്മുടെ ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും കൂടെ നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ആരും മറന്നു പോകരുതേ. അപ്പോൾ അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ താങ്ക് യു ഫോർ വാച്ചിങ്.